ഹായ് ഹലോ വെൽക്കം ടു ദ വീഡിയോ. ഞാൻ ഓറഞ്ച് കഴിക്കുന്നത് കാണിക്കാൻ വേണ്ടി വന്നതല്ല കേട്ടോ. ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യം കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യത്തിന് നമ്മൾ പുറത്ത് പോകണമെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെന്നെങ്കിലും വെയിലത്തു നിന്നൊക്കെ കയറി വന്ന് നന്നായിട്ട് ടാൻ അടിച്ചിരിക്കുന്ന സമയത്താണെങ്കിലോ ഞാൻ ഉപയോഗിക്കാറുള്ള ഒരു കാര്യം, നിങ്ങളിപ്പോൾ യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടാവും, എന്നിരുന്നാലും ഇതും കൂടി ഒന്ന് കണ്ടോ. യൂട്യൂബിൽ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടാവും, ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് വിശ്വസിച്ച് ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. പലർക്കും ചിലപ്പോൾ അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് വേറെ ഒന്നുമല്ല, കാപ്പിപ്പൊടിയില്ലേ, അതായത് നമ്മുടെ ഇങ്ങനെ തരി തരി പോലെ ഇരിക്കുന്ന കാപ്പിപ്പൊടി വേണം. പൊടിയായിട്ട് പൊടിച്ച കാപ്പിപ്പൊടി പറ്റില്ല. ആ കാപ്പിപ്പൊടിയും അതുപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ, അതായത് നന്നായിട്ട് നമ്മൾ വീട്ടിലാട്ടുന്ന വെളിച്ചെണ്ണ എന്നൊക്കെ പറയാം. നമുക്കിത് പുറത്തുനിന്ന് കിട്ടും. വെർജിൻ കോക്കനട്ട് ഓയിൽ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഒരിച്ചിരി പഞ്ചസാര. ഈ പഞ്ചസാര എന്ന് പറയുന്ന സാധനം നല്ലൊരു സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇത്രയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത്, ഞാൻ ഒരിച്ചിരി തേനും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ ഒക്കെ തേൻ നമുക്ക് ഇൻക്രീസ് ചെയ്ത് തരും. അതുപോലെ തന്നെ പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസ് എവിടെയാണോ ടാൻ അടിച്ചിരിക്കുന്നത് അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കയ്യിലായിക്കോട്ടെ, കാലിലായിക്കോട്ടെ, ഫേസിലായിക്കോട്ടെ, കഴുത്തിലായിക്കോട്ടെ. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഈ നമ്മൾ മുഖത്ത് ഇതുപോലത്തുള്ള എന്തെങ്കിലും ക്രീമൊക്കെ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും പാക്കൊക്കെ നമ്മൾ ഇടുമ്പോൾ കഴുത്ത് ഒഴിവാക്കിയിട്ട് ഇടുന്നവരുണ്ടാവും, കഴുത്തും ചെവിയും ഒഴിവാക്കിയിട്ട് ഇടുന്നവരുണ്ടാവും. നമ്മൾ അവിടെയും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ രണ്ടും രണ്ട് ഷെയ്ഡായിട്ടിരിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ അവിടെ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, കണ്ട പേടിപ്പിക്കുന്ന ഒരു ഭൂതത്തെ പോലെയില്ലേ, അതൊന്നും നിങ്ങൾ കാര്യമാക്കണം കേട്ടോ. ഭയങ്കര എഫക്റ്റായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും ഇതുപോലെ എനിക്ക് ടാനടിച്ച് വരുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, നമുക്ക് പെട്ടെന്നൊന്നും ബ്യൂട്ടി പാർലറിൽ പോയി ഒരു ഫേഷ്യലോ ക്ലീനപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തു. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. വീഡിയോ എങ്ങനെ പോലും ഒരു 4 മിനിറ്റ്സേ കാണും കേട്ടോ. 4 മിനിറ്റ്സ് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക, നിങ്ങൾക്ക് നല്ല ഉപകാരമാണ്. അതുമാത്രമല്ല, നമ്മൾ സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമില്ല, ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒരു ദിവസം നമ്മൾ എടുത്തിരിക്കണം. അതെന്തും ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് എന്തായാലും ഒന്ന് എടുത്തിരിക്കുക. ഓറഞ്ചോ ആപ്പിളോ മാതള നാരങ്ങയോ എന്തായിക്കോട്ടെ, പേരയ്ക്കാണെങ്കിലും ഒരു ഫ്രൂട്ട് നമ്മളൊരു ദിവസം കഴിക്കാൻ നോക്കുക കേട്ടോ, ശ്രദ്ധിക്കുക. അത് നമ്മുടെ സ്കിന്നിന് ഗ്ലോ കിട്ടാനൊക്കെ നന്നായിട്ട് നമ്മുടെ ഹൈഡ്രേറ്റ് ആയിട്ട് വയ്ക്കാനൊക്കെ സാധിക്കും കേട്ടോ. ഞാനിപ്പോൾ ചെറിയനെ എടുത്തിട്ട് അവളെ പേടിച്ച് നോക്കും. ഞാൻ എൻ്റെ ഈ ഫേസ് അവൾ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും. മിക്കവാറും സമയങ്ങളിൽ അവൾ ഉറങ്ങുന്ന സമയത്തേക്ക് ഞാൻ ഇങ്ങനത്തെ പാക്കൊക്കെ ഇടാറുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ആദ്യമായിട്ട് അവൾ കൊണ്ടുകൊണ്ട് എന്നെ പേടിച്ച് നോക്കും. അതിനുശേഷം നമ്മളിതൊരു ഹാഫ് ആൻ അവർ വെച്ചാൽ മതി. ഞാനിതൊരു ഹാഫ് ആൻ അവർ 20 മിനിറ്റ്സ്, ഒരു അരമണിക്കൂർ ഒക്കെ മാക്സിമം വയ്ക്കാറുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ നന്നായിട്ടത് കോട്ടൺ വെച്ചിട്ട് നമ്മളിത് തുടച്ച് മാറ്റാണ് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ക്യാമറയിൽ കാണുന്നുണ്ടോയെന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ബ്ലാക്ക് ഷെയ്ഡായിട്ടിരുന്ന ഒരു ഭാഗമൊക്കെ നന്നായിട്ട് ബ്രൈറ്റൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഓരോ ദിവസവും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അലോവേര കിട്ടും, ലെമൺ കിട്ടും, തക്കാളി, പപ്പായ, അങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സ്. പാല് കൊണ്ട് തന്നെ പല ടൈപ്പിൽ നമുക്ക് കടലമാവ് വെച്ച് ചെയ്യാം. പക്ഷേ ഇത് ഞാൻ ചെയ്തിട്ടുള്ള ഇതിൽ വെച്ചിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ കാപ്പിപ്പൊടിയും അതുപോലെ തന്നെ തേനും വെർജിൻ കോക്കനട്ട് ഓയിലും ഒരിച്ചിരി പഞ്ചസാരയും. ഈ കാപ്പിപ്പൊടിയും പഞ്ചസാരയൊക്കെ നല്ലൊരു സ്ക്രബ്ബറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സൊക്കെ, മുഖത്തിന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത ബ്ലാക്ക് ഹെഡ്സൊക്കെ പോകും കേട്ടോ. അപ്പോൾ എനിക്കിത് നന്നായിട്ട് എഫക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ പറയുക. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ, നാളെ കാണാം കേട്ടോ.